ഞങ്ങൾക്ക് കൊടിയടപ്പം നഷ്ടപ്പെട്ട് ഞങ്ങൾ വീടും ഇല്ല പൊടിയും ഇല്ല. ഞങ്ങൾ ഇപ്പൊ അനാഥരാൻ പോലെ ഇറങ്ങി കൊടുക്കണമെന്ന് പറയണ. ഞങ്ങളുടെ സ്വർണ്ണമൊക്കെ വിറ്റ് ഞങ്ങൾ മേടിച്ചതാണ് ഈ ഭൂമി. ഇപ്പൊ അവർക്ക് അവകാശമാണെന്ന്. ഞങ്ങളുടെ അവകാശത്തിന് ഒരു പുല്ല് വിലയാണ് നല്ലടങ്ങില്ല. അത് പെട്ടെന്ന് വന്ന ഒരു നീക്കമാണ് ഇത്. ഇതിപ്പോ 2019-20 തുടങ്ങിയതാണെന്ന്. അതൊക്കെ മുന്നേ ഞങ്ങൾക്ക് വർഷങ്ങളായി കിട്ടിയിട്ട് ഇപ്പോഴാണ് ഇവര് തലപൊക്കിയേക്കണം. ഞങ്ങൾ ഇറങ്ങി കൊടുക്കണോ? ഞങ്ങൾ ചത്താലും ഇറങ്ങൂല. അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലമല്ലേ? അതെ, ഞങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ട് അവകാശം, ആധാരം. അതിലൊക്കെ ഒരു കാറ്റ് വില പുല്ല് വില പുറത്തേക്കാണ്. ഇപ്പൊ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമി, ആ ഭൂമി വഖഫ് ബോർഡ് അവകാശവാദവും ഉന്നയിച്ച് ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ്, ഞങ്ങൾക്ക് കരമടക്കാനോ അനുബന്ധമായിട്ടുള്ള പൊസഷൻ സർട്ടിഫിക്കറ്റോ യാതൊരുവിധ കാര്യങ്ങളും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു കിട്ടുന്നില്ല. അതിനുള്ള പ്രതിഷേധവും വഖഫ് അല്ലാത്ത ഒരു ഭൂമി കിടപ്പാടം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഇത് വഖഫല്ല എന്നുള്ളത് 1950-കളിലെ തുടങ്ങിയ ആധാരത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഒരു കണ്ടീഷണൽ ആധാരമാണ്. ഫറൂഖ് കോളേജിന് സിദ്ദിഖ് സേട്ട് കൊടുത്തത്. ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയാണെങ്കിൽ ഈ ഭൂമി തിരിച്ച് അവരുടെ അവകാശികൾക്ക്, അനന്തരാവകാശികൾക്ക് വേണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കണ്ടീഷണൽ ആധാരമാണ്. ആ ആധാരം അത് വഖഫാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരിക്കുകയാണ്. ശരിക്കും 610ഓളം കുടുംബങ്ങൾ ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കുടിയൊഴിപ്പിക്കുന്നതിന് തുല്യമാണല്ലോ റവന്യൂ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണത്. 1975 ഹൈക്കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന്. ആ ഫറൂഖ് കോളേജിന്റെ ഭൂമിയായ ഫറൂഖ് കോളേജിൽ നിന്നും ഞങ്ങൾ പിന്നീട് വിലക്ക് വാങ്ങിയാണ്. ഞങ്ങളാണെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് അവിടെ തന്നെ താമസിച്ച് ജീവിച്ചു വരുന്നവരാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം അവിടെ ജനിച്ചവരാണ്. ഈ 87 തന്നെയല്ല, നിങ്ങൾ 87 കണ്ട കെട്ടുതാലിയൊക്കെ പണയം വെച്ച് കൂലിപ്പണി എടുത്തൊക്കെ വാങ്ങിച്ച സ്ഥലം കൂടിയാണ്. അന്ന് നമ്മൾ രജിസ്ട്രേഷൻ നടത്തി വാങ്ങിച്ച ഭൂമിയിലാണ് ഇപ്പോൾ പെട്ടെന്ന് വഖഫ് ബോർഡ് അവകാശം ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല, രജിസ്ട്രേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്നും പണയം എടുക്കാനോ ഒരു കാര്യങ്ങളും തന്നെ നടക്കുന്നില്ല. ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയുന്ന ഭൂമിയിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങി കൊടുക്കത്തില്ല. തീർച്ചയായിട്ടും വഖഫ് പ്രോപ്പർട്ടി അല്ല ഇത്, വഖഫ് ഭൂമിയല്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വ്യക്തമായ കാര്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1950-കളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരിക്കലും വഖഫാവുകയില്ല എന്ന്. അങ്ങനെ ഇന്നിപ്പോൾ ഈ തീരദേശവാസികളോടൊപ്പം തന്നെ ഏതൊക്കെ സംഘടനകൾ നിങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്നത്? ഞങ്ങൾ കുറേ ആളുകൾ ഞങ്ങൾക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ അവിടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇതിലെ മുനമ്പം ചേറായി മേഖലയിലെ തീരദേശവാസികളാണ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധത്തിൽ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ മെത്രാൻ പറഞ്ഞതനുസരിച്ചിട്ട് എല്ലാ പള്ളികളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത് കടപ്പുറത്തിൻ്റെ അവിടുത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ, പാവപ്പെട്ടവരുടെ, ജീവിക്കാൻ മാർഗമില്ലാതെ നിൽക്കുന്നവരുടെ ഏറ്റവും നീതി നിഷേധിക്കുന്ന രീതിയിലുള്ള കാര്യമാണത്. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ അവകാശപ്പെട്ട സ്ഥലമാണ്, നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും നീതി, അതായത് ഏറ്റവും വലിയ നീതിയാണ് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.